ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ നിഴലിൽ വിറങ്ങലിച്ചു നിൽക്കെ പശ്ചിമേഷ്യയിലെ കത്തുന്ന കനലുകൾ കെടുത്താൻ നിർണായകമായ നയതന്ത്ര നീക്കങ്ങളുമായി റഷ്യൻ സിംഹം വ്ളാഡിമിർ പുടിൻ കളം നിറയുന്നു. ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളെയും പരമാധികാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന അധിനിവേശ നീക്കങ്ങൾ മേഖലയെ ഒരു വൻ ദുരന്തത്തിലേക്ക് തള്ളിവിടുമ്പോൾ പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ടയായി റഷ്യ മാറുകയാണ്. അമേരിക്കയുടെ ആയുധങ്ങളിലൂടെ അസ്ഥിരത വിതയ്ക്കുമ്പോൾ റഷ്യ സമാധാനത്തിന്റെ മധ്യസ്ഥനായി മാറുന്നത് വെറുമൊരു നയതന്ത്ര നീക്കമല്ല, മറിച്ച് പടിഞ്ഞാറൻ അച്ചുതണ്ടിന്റെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കാനുള്ള കൃത്യമായ കണക്കുകൂട്ടലാണ്. ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വിശുദ്ധമായ നേതൃത്വത്തിനും നേരെ നടന്ന ആക്രമണങ്ങളെ കുറ്റകരമായ അധിനിവേശം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പുടിൻ ഉയർത്തുന്ന ശബ്ദം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ റഷ്യ-ഇറാൻ സഖ്യത്തിന്റെ അജയ്യത വിളിച്ചോതുന്നതാണ്. ഇറാൻ പരമാധികാരത്തിന്മേൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന നഗ്നമായ ലംഘനങ്ങളെ റഷ്യ ശക്തമായി അപലപിച്ചു. ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സിവിലിയൻ കേന്ദ്രങ്ങൾക്കും നേരെ നടന്ന ആക്രമണങ്ങളിൽ ഗൾഫ് രാഷ്ട്ര തലവന്മാർക്കുള്ള ആശങ്ക പുടിൻ നേരിട്ട് ഇറാനെ അറിയിക്കും. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ നേതാക്കൾ എന്നിവരുമായി പുടിൻ നടത്തിയ നിർണായക ഫോൺ സംഭാഷണങ്ങൾ റഷ്യയ്ക്ക് അറബ് ലോകത്തുള്ള വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെയാണ് ശരിവയ്ക്കുന്നത്. അമേരിക്ക യുദ്ധത്തിന് തിരികൊളുത്തുമ്പോൾ റഷ്യ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്നതാണ് ഈ നയതന്ത്ര നീക്കങ്ങളുടെ സാരം. ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തെ ക്രൂരമായ കുറ്റകൃത്യം എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ വിദേശ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം ആസൂത്രിത ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ക്രെംലിൻ തുറന്നടിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യയുടെ ഏറ്റവും വിശ്വസ്തരായ തന്ത്രപ്രധാന സഖ്യകക്ഷിയാണ് ഇറാൻ. യുക്രൈൻ പോരാട്ടങ്ങളിലുൾപ്പെടെ റഷ്യയെ പിന്തുണച്ച ഇറാന്റെ പരമാധികാരത്തിന് പോറലേൽക്കുന്നത് റഷ്യ ഗൗരവമായാണ് കാണുന്നത്. മേഖലയിൽ ഒരു ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള പാശ്ചാത്യ നീക്കങ്ങളെ തടയാൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണ്. ഇറാനിലെ സിവിലിയൻ ലക്ഷ്യങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ നടന്ന ആക്രമണങ്ങൾ പ്രകോപനമില്ലാത്ത സായുധ അധിനിവേശമാണ്. ഇറാന്റെ പരമാധികാരം മാനിക്കപ്പെടണം. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ശനിയാഴ്ച ആരംഭിച്ച ആക്രമണങ്ങളിൽ ഇതുവരെ 780-ലധികം പേർ കൊല്ലപ്പെട്ടു. 1000-ലധികം നഗരങ്ങളിലായി 153 വ്യോമാക്രമണങ്ങളാണ് അമേരിക്കയും ഇസ്രയേലും നടത്തിയത്. സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണങ്ങൾ വലിയൊരു മാനുഷിക ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെടുമെന്നും ഇസ്രയേലിനും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ ശക്തമായ പ്രതിരോധം തുടരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന വ്യോമാക്രമണങ്ങളെ കേവലം ഒരു പ്രാദേശിക സംഘർഷമായല്ല റഷ്യ കാണുന്നത്. അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായാണ് ഇറാൻ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുടെ ഭീകരവാദ രാഷ്ട്രീയത്തെ അതിശക്തമായി അപലപിച്ചു. മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിന് ഏക തടസ്സം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ ഇടപെടലുകളാണെന്നും ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം പരാജയപ്പെടുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. അറബ് ലോകത്തെ പ്രമുഖ നേതാക്കളുമായി പുടിൻ നടത്തുന്ന നേരിട്ടുള്ള ചർച്ചകൾ മേഖലയിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനം കുറയ്ക്കാനും റഷ്യയെ ഒരു വിശ്വസ്ത മധ്യസ്ഥനായി പ്രതിഷ്ഠിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. തങ്ങളുടെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധം ഇറാന്റെ പോരാട്ടവീര്യത്തെ തകർക്കില്ല എന്നും മറിച്ച് പ്രതികാരത്തിന്റെ പുതിയ അഗ്നി പടരുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 780-ലധികം ജീവനുകൾ ബലിതരേണ്ടിവന്ന ഈ ആക്രമണത്തിന് അചിന്തനീയമായ പ്രത്യാഘാതങ്ങൾ ഇസ്രയേൽ നേരിടേണ്ടിവരുമെന്ന് ഇറാനിയൻ റെഡ് ക്രസന്റും സൈനിക വക്താക്കളും മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച മുതൽ തുടരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും ഡ്രോൺ സാങ്കേതികവിദ്യയും സജ്ജമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ 500-ലധികം സ്ഥലങ്ങളിൽ ബോംബുകൾ വർഷിച്ചവർക്ക് നേരെ അതിശക്തമായ പ്രത്യാഘാതം നടത്താൻ ഇറാനിയൻ സൈന്യം തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തന്ത്രപരമായ തലത്തിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ദൃഢമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിച്ച ഇറാനുള്ള പ്രത്യുപകാരമായി അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സാങ്കേതിക സഹായവും റഷ്യ ഇറാനിലേക്കെത്തിക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ശ്രദ്ധ തിരിയുന്നത് യുക്രൈനിലെ റഷ്യൻ മുന്നേറ്റത്തിന് കരുത്തുപകരുമെന്ന് ക്രെംലിൻ കണക്കുകൂട്ടുന്നു. ഒരു വലിയ പ്രാദേശിക യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ
അത് റഷ്യയുടെയും ഇറാന്റെയും താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ ലോകക്രമത്തിന് വഴിതുറക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ സംഘർഷം റഷ്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ വിതരണവും ശ്രദ്ധയും സ്വാഭാവികമായും കുറയും. ഇത് യുക്രൈനിൽ റഷ്യയുടെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ സഹായിച്ചേക്കാം. അമേരിക്ക ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം അഴിച്ചുവിടുമ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു ആഗോള ശക്തിയായി റഷ്യ മാറുന്നത് നാം കാണുന്നു. ഇറാൻ എന്ന കരുത്തുറ്റ സഖ്യകക്ഷിയെ സംരക്ഷിക്കുന്നതിലൂടെ റഷ്യ സ്വന്തം ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഉറപ്പിക്കുകയാണ്. അമേരിക്ക ഇസ്രയേൽ അച്ചുതണ്ടിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാന് റഷ്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും എന്ന് തന്നെയാണ് നിലവിലെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയുടെ ഭാവി തീരുമാനിക്കപ്പെടുക അമേരിക്കയല്ല, മറിച്ച് റഷ്യയിലെയും ഇറാനിലെയും ചർച്ചകളിലാവും.